ഫ്രണ്ട്സ്, നമ്മുടെ കേരള ഹൈക്കോർട്ടിൻ്റെ അതായത് കേരള ഹൈക്കോടതിയുടെ പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് വിളിച്ചിരിക്കുന്നത് ഓഫീസ് അറ്റൻഡന്റ് എന്ന് പറയുന്ന തസ്തിയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് 10ാം ക്ലാസ് പാസ്സായിരിക്കുക എന്നുള്ളത് മാത്രമാണ്. വേറെ യാതൊരുവിധ എക്സ്പീരിയൻസോ മറ്റ് ക്വാളിഫിക്കേഷൻ ഒന്നും വേണ്ട. അപ്പോൾ നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഇതിലേക്ക് താല്പര്യമുണ്ട്, നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. അതോടെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കുക. നമ്മുടെ ചാനൽ കയറി നിങ്ങൾക്ക് വീഡിയോസ് ഒക്കെ കാണാവുന്നതാണ്. ഒക്കെ നമ്മുടെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് സന്ദർശിച്ചാൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള നമ്മളിടുന്ന ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, വളരെ സിമ്പിളായിട്ട് നിന്ന് നോക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ നമുക്ക് നോക്കാം. ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. നിങ്ങൾക്ക് ഇവിടെ കാണാം, ദ ഹൈക്കോർട്ട് ഓഫ് കേരള എന്ന് കാണാം. നിങ്ങൾക്ക് ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്ന നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് 30/5/2024 അതായത് മെയ് 30 റിലീസ് ചെയ്തിരിക്കുന്നത്. ഇന്നലെയാണ് നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഓൺലൈനായിട്ടാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് നമ്പറും കൂടെ കാണാം, 9/2024. ഇത് PSC വഴിയല്ല കേട്ടോ, നമ്മൾ ഹൈക്കോർട്ടിൻ്റെ വെബ്സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. അതുകൊണ്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട, PSC വഴിയല്ല, പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കട്ടോ. അപ്പോൾ ഇവിടെ നെയിം ഓഫ് ദ പോസ്റ്റ് കാണാം, ഓഫീസ് അറ്റൻഡന്റ് എന്ന് പറയുന്ന തസ്തിയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. സാലറി നിങ്ങൾക്ക് കാണാം 23,000 മുതൽ 50,200 വരെയാണ് ഇതിൻ്റെ പേ സ്കെയിൽ വരുന്നത്. 34 വേക്കൻസിയാണ് നിലവിൽ വരുന്നതെങ്കിലും ഇവിടെ എന്താണ്, നിങ്ങൾക്ക് ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് ഒരു വർഷം വരെ ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ അതിൽ വേക്കൻസി ഒക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണ് അതിലേക്ക് ആ പോസ്റ്റ് ലഭിക്കും. അപ്പോൾ ഇത് പ്രതീക്ഷിത വേക്കൻസിയാണ്, വേക്കൻസി കൂടാനും കുറയാനൊക്കെ സാധ്യതയുണ്ട്. ഏകദേശ വേക്കൻസി മാത്രമാണ് കണക്കാക്കുന്നത്. മെത്തേഡ് ഓഫ് അപ്പോയിൻമെന്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. പിന്നെ ഇതിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾ നോക്കിയാൽ മതി. നിങ്ങൾ ഈ പറയുന്ന 2/1/1998 എന്ന് പറയുന്ന ഡേറ്റും 1/1/2006 ഈ പറയുന്ന ഡേറ്റുകളുടെ ഉള്ളിൽ ജനിച്ചവർക്ക്, ഈ ഡേറ്റിലോ അല്ലെങ്കിൽ ഈ ഡേറ്റിൻ്റെ ഉള്ളിൽ ജനിച്ചവർക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അതായത് ഏകദേശം 35-36 വയസ്സ് വരെ ഉള്ളവർക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾ എലിജിബിൾ ആണോ നോക്കുക. ഈ പറയുന്ന ഡേറ്റുകളുടെ ഉള്ളിലോ ഈ ഡേറ്റോ ആയിരിക്കണം കേട്ടോ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്. ഈ പറയുന്ന 1988 മുതൽ നിങ്ങൾക്ക് 2006 ഉള്ളിൽ ജനിച്ച ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 5 വർഷം ഏജ് റിലാക്സേഷൻ ആയിരിക്കും. അതായത് അവർക്ക് 2/1/1983 മുതൽ 1/1/2006 ഈ ഡേറ്റുകളുടെ ഉള്ളിൽ ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. മിനിമം ഏജ് 18 ആയിരിക്കണം എന്നുള്ള കണ്ടീഷനാണ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് OBC ആണെങ്കിൽ നിങ്ങൾക്ക് 2/1/1985 മുതൽ നിങ്ങൾക്ക് 1/1/2006 എന്ന് പറയുന്ന ഈ ഡേറ്റിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഈ പറയുന്ന ഡേറ്റിൻ്റെ ഉള്ളിലായിരിക്കണം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് വരേണ്ടത് കേട്ടോ. അപ്പോൾ ഈ ഡേറ്റ് ആണെങ്കിലും അത് അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. അപ്പം അതായത് 2/1/1988 ജനിച്ചാലും അത് കണക്കാക്കും. ഈ 1/1/2006 ജനിച്ചാലും കണക്കാക്കും കേട്ടോ. അപ്പോൾ ഈ ഡേറ്റിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലൊക്കെ നമ്മൾ ജനിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ മിനിമം ഏജ് കണക്കാക്കുന്നത് 18-35 or 36 കണക്കാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. SC/ST ആണെങ്കിൽ നിങ്ങൾക്ക് 40 വയസ്സ് അല്ലെങ്കിൽ 41 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. OBC ആണെങ്കിൽ നിങ്ങൾക്ക് 38 വയസ്സ് അല്ലെങ്കിൽ 39 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഏകദേശമാണ് പറയുന്നത്. ഈ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾ നോക്കിയാൽ മതി, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇതിൻ്റെ ഉള്ളിലാണോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത് നിങ്ങൾക്ക് ഇതിൻ്റെ ക്വാളിഫിക്കേഷനാണ്. ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് SSLC ജസ്റ്റ് നമ്മൾ 10ാം ക്ലാസ് പാസ്സായിരിക്കുക എന്ന് മാത്രമാണ്. ഓക്കെ, ജസ്റ്റ് നമ്മൾ SSLC 10th പാസ്സായവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ ഒരു കണ്ടീഷൻ ഇവിടെ ഉണ്ട്, ഷുഡ് നോട്ട് ഹാവ് നിങ്ങൾക്കൂടെ കാണാം അക്വയർഡ് ഗ്രാജുവേഷൻ. നമ്മൾ ഗ്രാജുവേഷൻ നമുക്ക് ഉണ്ടായിരിക്കരുത്, നമ്മൾ ഗ്രാജുവേഷൻ നേടിയിരിക്കരുത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ SSLC കഴിഞ്ഞ് നിങ്ങൾ +2 കഴിഞ്ഞാൽ കുഴപ്പമില്ല, +2 കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതല്ല, നമുക്ക് ഗ്രാജുവേഷൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത ഉദ്യോഗാർത്ഥികൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഗ്രാജുവേഷൻ നമുക്ക് ഉണ്ടാകാൻ പാടില്ല എന്നുള്ള കണ്ടീഷനാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ SSLC കഴിഞ്ഞ് നമുക്ക് ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ അതെന്താണ്, ഓവർ ക്വാളിഫിക്കേഷനാണ്. അതായത് കുറച്ചും പാടെ നമുക്ക് ഈ പറയുന്ന പോസ്റ്റിലേക്കുള്ള ക്വാളിഫിക്കേഷനായിട്ട് കൂടുതലുള്ള ക്വാളിഫിക്കേഷനാണ്. അപ്പോൾ അങ്ങനെയുള്ള ഇപ്പോൾ നമുക്ക് LGS ഒക്കെ പോലെ നമുക്ക് പറയാം, PSCയിൽ അതുപോലെയാണ്. അതായത് നിങ്ങൾക്ക് ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. അതിന് നമ്മൾ ഈ പറയുന്ന ഒരു അഫിഡവിറ്റ് ഒക്കെ നമ്മൾ കൊടുക്കണം. അപ്ലൈ ചെയ്ത് നമ്മൾ കഴിയുന്ന സമയത്ത് നമ്മൾ എന്താണ് ഈ പറയുന്ന ഗ്രാജുവേഷൻ ഇല്ല നമ്മൾ സത്യവാങ്മൂലമൊക്കെ കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് ഗ്രാജുവേഷൻ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യരുത്. ഇനി നിങ്ങൾ ഈ പറയുന്ന +2 അല്ലെങ്കിൽ SSLC കഴിഞ്ഞ് നിൽക്കുന്ന അല്ലെങ്കിൽ SSLC മാത്രം ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ +2 ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും പ്രശ്നമില്ല കേട്ടോ. ഗ്രാജുവേഷൻ ഒരു ഡിഗ്രി നിങ്ങൾക്ക് ഉണ്ടാകരുത് എന്നുള്ള കണ്ടീഷനാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി മോഡ് ഓഫ് സെലക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് റിട്ടൺ ടെസ്റ്റ് ഉണ്ട്, ഇൻ്റർവ്യൂ ഉണ്ട്. ഓക്കെ, ആദ്യം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും റിട്ടൺ ടെസ്റ്റ് ആണ്, അത് കഴിഞ്ഞിട്ട് ഇതിന് സെലക്ട് ആയാലും ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. അപ്പോൾ റിട്ടൺ ടെസ്റ്റിൽ വരുന്ന ഒബ്ജക്റ്റീവ് ടൈം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റൻ ആയിരിക്കും, 75 മിനിറ്റാണ് ടൈം ഡ്യൂറേഷൻ ഉണ്ടായിരിക്കുക. ഇതിൽ ടോപ്പിക്ക് വരുന്നത് 4 ടോപ്പിക്കാണ് വരുന്നത്, ടോട്ടൽ 100 മാർക്കിനാണ്. അതിൽ ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫെയർ 50 മാർക്കിന് വരും, ന്യൂമറിക്കൽ എബിലിറ്റി 20 മാർക്കിന്, മെൻ്റൽ എബിലിറ്റി 15 മാർക്കിന്, ജനറൽ ഇംഗ്ലീഷ് 15 മാർക്കിന്. ഓക്കെ, ഓരോന്നിനും ഓരോ മാർക്കായിരിക്കും. ഓരോ ശരിയുത്തരത്തിന് നിങ്ങൾ നെഗറ്റീവായിട്ട് അതായത് തെറ്റായിട്ട് രേഖപ്പെടുത്തിയാൽ നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കും കേട്ടോ. 1/4 നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കും, അതായത് 0.25 മാർക്ക് നെഗറ്റീവായിട്ട് പിടിക്കും. ഇനി ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് വെറും 10 മാർക്കിനാണ് ഇൻ്റർവ്യൂ വരുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് എന്താണ് പോസ്റ്റിംഗ് നമുക്ക് ലഭിക്കുന്നതാണ്. 2 ഘട്ടമാണ് നമുക്കുള്ളത്, വേറെ ഘട്ടങ്ങളൊന്നുമില്ല. അപ്ലിക്കേഷൻ ഫീ 500 രൂപ വരുന്നുണ്ട്. SC/ST കാൻഡിഡേറ്റ്സിനും അതുപോലെ PWD ജോലി ഇല്ലാത്ത PWD കാൻഡിഡേറ്റ്സിനൊന്നും യാതൊരു
യാതൊരു ഫീസും കൊടുക്കേണ്ട, ഫ്രീ ആയിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി എക്സാമിനേഷൻ സെൻറ്റർ എന്ന് പറയുന്നത് നമുക്ക് റിട്ടേൺ ടെസ്റ്റ് ഉള്ളത് ഒന്ന് തിരുവനന്തപുരം, ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂർ, കോഴിക്കോടാണ്. ഈ പറയുന്ന ജില്ലകളിലാണ് നമുക്ക് എക്സാം സെൻറ്റർ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അവിടെ പോയിട്ട് മറ്റു ജില്ലക്കാർ അവിടെ പോയിട്ട് എക്സാം എഴുതാൻ വില്ലിംഗ് ആയിരിക്കണം. ഇനി ഇതിൻ്റെ ഓൺലൈനായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അതിന് മുൻപ് നമ്മൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന ഹൈക്കോർട്ടിൻ്റെ വെബ്സൈറ്റിൽ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒറ്റത്തവണ നമ്മൾ PSCയിൽ ചെയ്ത പോലെ ഒരു 1 ടൈം രജിസ്ട്രേഷൻ അത് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഇതിലേക്ക് നമ്മൾ ഫോം ഫില്ല് ചെയ്യണം. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കാം. അപ്പോൾ സ്കാൻഡ് ആയിട്ടുള്ള ഇമേജും ഫോട്ടോഗ്രാഫും അത് സിഗ്നേച്ചർ കാര്യങ്ങൾ അതുപോലെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, സോഫ്റ്റ് കോപ്പി ഒക്കെ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓൺലൈൻ ഫോം ഫില്ലിംഗ് 5/6/2024 ഇത് തുടങ്ങുന്നത്. നമ്മൾ വീഡിയോ ചെയ്യുന്നത് 31/5 ദെൻ ഓൺലൈൻ അപേക്ഷയുടെ ലാസ്റ്റ് ഡേറ്റ് നിങ്ങൾക്ക് ജൂലൈ 2 വരെ നിങ്ങൾക്ക് സമയമുണ്ട് കേട്ടോ. ഓക്കെ, ജൂലൈ 2 വരെ അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ അപ്ലൈ ചെയ്താൽ മതി. പിന്നെ നമ്മൾ ഇതിൻ്റെ എന്താണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽ നമ്മൾ ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇടയ്ക്ക് നോക്കിയാൽ മതി. നമ്മൾ ഈ 1 വീക്കിൻ്റെ ഉള്ളിൽ ആഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് നോക്കാം. പിന്നെ നമ്മൾ ഫീ അടയ്ക്കുന്നത് നിങ്ങൾക്ക് ഓഫ്ലൈനായിട്ട് വേണമെങ്കിൽ അടയ്ക്കാം ഫീ, ഇനി ഓൺലൈനായിട്ടും അടയ്ക്കാം. ഏറ്റവും സുഖം നമുക്ക് ഓൺലൈനായിട്ട് അടയ്ക്കാവുന്നതാണ്. അപ്പം ഇനിയിപ്പോൾ നിങ്ങൾ ഓഫ്ലൈൻ മോഡാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ ചലാൻ ജനറേറ്റ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് കൂടെ പറയുന്നുണ്ട്, അത് ഫീ അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് കൂടെ പറയുന്നുണ്ട് കേട്ടോ. ഏറ്റവും എളുപ്പം നമുക്ക് ഓൺലൈനായിട്ട് തന്നെ ഫീ അടയ്ക്കുന്നതാണ്. ഓക്കെ, ഓഫ്ലൈൻ നമ്മൾ ബാങ്കിൽ പോയിട്ട് ചലാൻ ജനറേറ്റ് ബാങ്കിൽ പോയിട്ട് അടിക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ ആവുന്ന ഒരു ലിങ്ക് വരും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ നമ്മുടെ വെബ്സൈറ്റ് ഈ പേജിലേക്ക് വരും. നിങ്ങൾ കേരള ഹൈക്കോർട്ട് റിക്രൂട്ട്മെൻറ്റ് ഇവിടെ കാണാൻ താഴെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വരിക. നിങ്ങൾ ഇവിടെ ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സിൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. അപ്ലൈ നൗ എന്നുള്ളടത്ത് നിങ്ങൾക്ക് ലിങ്ക് അവൈലബിൾ ആകുന്നത് നമുക്ക് 5/6/2024 അപ്ലൈ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ സമയത്ത് നമ്മളിവിടെ ലിങ്ക് അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ ഇതിലേക്ക് OTR അതായത് 1 ടൈം രജിസ്ട്രേഷൻ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ കയറിയാൽ നിങ്ങൾക്ക് ഇത് ഏകദേശം 2 മാസം മുൻപ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് നോക്കിയാൽ മതി, തമ്പനയിൽ അല്ലെങ്കിൽ ഇവിടെ ഈ പറയുന്ന ടൈറ്റിൽ നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ, ഇതിലേക്ക് നമ്മൾ ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റിൻ്റെ വന്നപ്പോൾ ഞാൻ ഇതിലേക്ക് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്ന് ഇതിൽ കാണിക്കുന്നുണ്ട്. ഏകദേശം ടൈം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കിവിടെ 8 മിനിറ്റിന് ശേഷമുള്ള ഭാഗങ്ങൾ കണ്ടാൽ മതി. വേണമെങ്കിൽ ഇനി അതെല്ലാം നമ്മളതിൻ്റെ ഫുള്ളായിട്ട് രജിസ്ട്രേഷൻ്റെ വീഡിയോ മുതൽ നമ്മൾ അതിലേക്ക് അപ്ലൈ ചെയ്യേണ്ട വീഡിയോ ഇടണമെങ്കിൽ നമ്മൾ ഈ ഒരു നിങ്ങൾ കൂടുതൽ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളത് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്ന് വ്യക്തമായിട്ട് ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഓക്കെ, നമ്മുടെ ചാനലിൽ കയറിയിട്ട് നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് കയറിയതാ ജസ്റ്റ് വീഡിയോസ് സെലക്ട് ചെയ്യാം. ഓക്കെ, വീഡിയോ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ഏകദേശം ഒരു 1.5 ഇതിൻ്റെ ടൈം ഡ്യൂറേഷൻ പറഞ്ഞാൽ ഏകദേശം നമ്മളൊരു 2 months ago ആണ്. ജസ്റ്റ് നമ്മൾ താഴെ സ്ക്രോൾ ചെയ്ത് വന്നാൽ ഇതാണ് ആ വീഡിയോ. ജസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് എന്ത് ചെയ്യാൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലെങ്ങനെയാണ് 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യാന്നുള്ളത് നിങ്ങൾക്ക് ഒരു 8 മിനിറ്റ് മുതലും കൂടി കണ്ടാലേ മനസ്സിലാവും കേട്ടോ. അത് ഇതിപ്പോൾ ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റിൻ്റെ ചെയ്താണ്. എന്നിട്ട് അതിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന വീഡിയോ വേറെ കാണിക്കും. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. നിങ്ങൾ കൂടുതൽ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രം നമ്മൾ ചെയ്യട്ടോ. ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ ആളുകൾ ചെയ്യുകയാണെങ്കിൽ എന്നിട്ട് അതിൻ്റെ ലിങ്കും നമ്മളിവിടെ തരാവുന്നതാണ് ഈ ഡേറ്റ് ആകുന്ന സമയത്ത്. അപ്പോൾ OTR നമുക്ക് ഇപ്പോഴേ ചെയ്ത് വെക്കാം. 1 ടൈം രജിസ്ട്രേഷൻ നമുക്ക് ഇപ്പോഴേ ചെയ്ത് വെക്കാം. അപ്പോൾ നിങ്ങൾ കൂടുതൽ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 2 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ 1 ടൈം രജിസ്ട്രേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വേണമെങ്കിൽ ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്ത് വെക്കാം. ഓക്കെ, എന്നാൽ പിന്നെ അത് മാത്രം നിങ്ങൾക്ക് അത്ര കൺഫ്യൂഷൻ ഉണ്ടാവില്ല. അപ്പോൾ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്യുക. ഓക്കെ.